അച്ഛൻ ഒരു കാര്യം ചെയ്യും, വയ്യാതെ നിൽക്കല്ലേ, ചെറിയ ഇതില്ലേ, അപ്പൊ അച്ഛൻ അകത്ത് കിടക്കട്ടെ. എന്തുവാ നമ്മുടെ വീട്ടിനകത്ത് നല്ലൊരു കാര്യം നടക്കുമ്പം ഞാൻ വീട്ടിനകത്ത് പോയി മരുന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയോടാ. വന്നിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും അസുഖം തന്നെ വിചാരിക്കുന്നുണ്ട്. ശരി ശരി, എവിടെ വേഗം കേറി പോടാ, മുഷിയാന്ന് വേഗം കേറി വരാനാ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ല, വലിയ പ്രയാസമൊന്നുമില്ല. അതെ, അപ്പൊ തുടങ്ങിയാലോ? എന്താന്ന് വെച്ചാലേ തൊണ്ടയ്ക്ക് ഒരു ഒച്ചാണ്. വെള്ളം എടുക്കണോ? നമുക്ക് വേറെ ചൂടുവെള്ളം കുടിക്കടാ. ശരിയാവൂല അമ്മ. കുഴപ്പമില്ല, തുടങ്ങാം. എന്താണ് തുടങ്ങിക്കോളാം. അപ്പൊ തുടങ്ങല്ലേ? കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പൈപ്പ് മൂട് റോഡ് പൊളിച്ചു കിടന്ന റോഡ് നമുക്ക് ഗതാഗത സൗകര്യം ഒപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിച്ചു തന്ന ആ മഹാനായ നേതാവിനെ നമുക്കിന്ന് പരിചയപ്പെടാം. മിസ്റ്റർ ക്ലീറ്റസ് മത്തായി. അതായത് എൻ്റെ അഹപ്രവർത്തനത്തിന് എനിക്ക് എന്നും അതിനൊന്നല്ല എല്ലാ പ്രവർത്തനത്തിനും ഊർജം നൽകിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണക്കാർ. പറയൂ. ഇത് തന്നെയാണ്, ഇവരൊക്കെയാണ് എൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും. അത് ഭാര്യയാണെന്ന് നമുക്കറിയാം. കൊടുക്കാം, പറഞ്ഞോട്ടെ. എൻ്റെ പേര് തങ്കം. സത്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കണേ. എൻ്റെ ഭാഗ്യമാണ് ക്ലീറ്റോനെ പോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. ക്ലീറ്റോ വളരെ സ്നേഹമുള്ളൊരു ഭർത്താവാണ്. എന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കൊണ്ടുതരും. എന്നെ ഒരു രാജകുമാരീനെ പോലെ നോക്കണതൊക്കെ. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഞങ്ങൾക്കറിയാം. ചെറുതായിട്ട് സ്നേഹിച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അന്നേ ഉണ്ട് ക്ലീറ്റോന് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു സംഗതി അന്നേ കിടപ്പുണ്ട് ക്ലീറ്റോന്റെ ഉള്ളിൽ. അപ്പൊ എന്താ വെച്ചാല് ഒരു ദിവസം അതെനിക്ക് മനസ്സിലായത്. ഒരു ദിവസം ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പാത്രം ബാഗിൽ നിന്ന് എടുത്തപ്പോൾ പാത്രം വീണ് നിലത്ത് വീണ് പോയി. ചോറ് മുഴുവൻ കൊട്ടിപ്പോയായിരുന്നു. അപ്പൊ ചോറ് മുഴുവൻ കൊട്ടിപ്പോയപ്പോഴത്തേനും ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്നപ്പോഴത്തേനും ക്ലീറ്റോ വേഗം തന്നെ പോയി അടുത്ത പിള്ളേരുടെ പാത്രത്തിൽ നിന്ന് ചോറും കറിയൊക്കെ എനിക്ക് കൊണ്ട് എടുത്തു തന്നു. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം അപ്പം മുതലുണ്ട് ക്ലീറ്റോന്. അതെ. അപ്പൊ അന്ന് മുതലേ എനിക്കറിയാം ക്ലീറ്റോ ഈ നിലയിൽ എത്തും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോ അങ്ങനെ വളരെ സന്തുഷ്ടമായിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഒരു മോള്. ഇതാ ഞങ്ങളുടെ മോള് തക്കിലേതിയോ? മോക്കെന്താ അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? ഡാഡിക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. ഇതുവരെ ഒരു കാര്യത്തിന് എന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വലുതാകുമ്പോ ഡാഡിയെ പോലെ തന്നെ നല്ലൊരു പൊതുപ്രവർത്തക ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ആഗ്രഹം അല്ലയോ? മിടുക്കി. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എല്ലാ നാട്ടുകാരും ഉണ്ട്, വീട്ടുകാരും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ അളിയനുണ്ട്. ഒന്ന് സംസാരിക്കാം. പറഞ്ഞോ. പറയൂ. ഉണ്ട്, കേൾക്കുന്നുണ്ട്. അളിയനാണ്. ഞാൻ കനകൻ, KCB ഉദ്യോഗസ്ഥനാണ്. പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അളിയനെ പോലെ ഒരു അളിയനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ അളിയൻ്റെ ഗുണങ്ങളിങ്ങനെ പറയാറുണ്ട്. ഒരു അളിയൻ്റെ നേരത്തിൽ എന്നെ ഇതുവരെയും അങ്ങനെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല പുള്ളി. അളിയൻ ഓരോ ദിവസം ഓരോന്നിൽ ചെന്ന് ഇടപെടും. അതിന്റെ പിറകെ അടക്കലാണ് നമ്മുടെ പരിപാടി. എന്ന് പറഞ്ഞാല് അളിയൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ തന്നെ അളിയൻ ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ആക്കിക്കൊണ്ടാണല്ലോ നമുക്കിപ്പോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ വരാൻ പറ്റിയത്. അപ്പൊ അത് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അവളാണ് വലിയ സന്തോഷത്തിൽ നിന്ന്.
എന്താണ് പറയാനുള്ളത്? ഞാനും ക്ലീറ്റോ ചേട്ടനും ഇവിടെ വന്നു കയറിയ ആളാണ്. ശരി. എന്നാലും ക്ലീറ്റോ ചേട്ടൻ ഈ വീട്ടിലില്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയ പോലെയാണ്. നാട്ടില് മാത്രമല്ല, നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മുമ്പ് എന്തെങ്കിലും ക്ലീറ്റോ ചേട്ടനുണ്ട്. എന്തായാലും നാട്ടുകാർക്കൊക്കെ ക്ലീറ്റോ ചേട്ടന്റെ ഈ ഒരു കഴിവ് മനസ്സിലായല്ലോ, അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവർക്കും അളിയനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് ഈ അളിയന്മാര് തമ്മിലുള്ള ഒരു സ്നേഹമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞാനില്ലെങ്കിൽ അളിയല്ല, അളിയില്ലെങ്കിൽ ഞാനില്ല. അതെ, ഏട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോ ചേട്ടനും ഉണ്ടാവും, ക്ലീറ്റോ ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏട്ടനും ഉണ്ടാവും. ഇനി നമുക്ക് ഈ വീട്ടിലൊരു കാരണവരെ പരിചയപ്പെടാം. വന്നിട്ട് അതെ, നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി ജ്യൂസ് ഉണ്ട്. അല്ല സാറേ, പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് തന്നെ അപ്പുറത്തൊരു വർക്കുള്ള അല്ല, അച്ഛൻ അനുവരുണ്ട്. അച്ഛന് കിടക്കണോളൂ, വലിക്കൊണ്ടിരിക്കുന്നു. കിടത്തിയോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് തിരക്കുണ്ട്. രാവിലെ വെള്ളയും വെള്ളയിട്ടുണ്ട് ഇറങ്ങിപ്പോവും. രാത്രിയാവുമ്പോ പാതിരാത്രിയാവുമ്പോ തിരിച്ചു വരും. ഇവിടെ പോന്നോ, എന്തിനു പോന്നോ, എന്ത് പണിക്ക് പോന്നോ അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അവൻ ജനസമ്മതനായില്ലേ, റോഡ് പൊളിഞ്ഞ നന്നാക്കി കൊടുത്തില്ലേ, മതി. നാളെ അവനൊരു MLA യോ മന്ത്രിയോ പഞ്ചായത്ത് മെമ്പറാവും, യാതൊരു സംശയമില്ല. എനിക്ക് സന്തോഷമായി. മിടുക്കനവൻ. ഇനി പണി മതി. ഈ പണിയല്ലാതെ അവൻ ഒന്നിനും പോണ്ട. ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. ഈ ഭാഗ്യവാന്റെ അമ്മയെ പരിചയപ്പെടാം. എനിക്ക് 2 മക്കളാ സാറേ, ഒരു മോളും ഒരു മോനുമാ. ഇവ ഇങ്ങനൊക്കെ ആവൂന്ന് എൻ്റെ വയറ്റിൽ കിടന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു. എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴേ അവൻ്റെ അപ്പച്ചൻ്റെ പ്രസംഗവും അപ്പച്ചൻ രാഷ്ട്രീയത്തിൽ പോയൊക്കെ അങ്ങനെയൊക്കെ ഒരു കലാകാരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്നേരം എൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴേ അവൻ ആ കലാവാസന വന്ന് 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 അവൻ ജനിച്ചതാണേ. അന്നേരം ഇത് കിട്ടുന്നതിൽ അതിശയമൊന്നുമില്ല. എനിക്കറിയാം ഇവ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവൻ പ്രസംഗത്തിനും പാട്ടിനും എന്തിനാ മാപ്പിള ഡാൻസിന് വരെ അവൻ ചേർന്ന് കിണ്ണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കിണ്ണം മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന പിന്നെ അതിനകത്ത് മതി അവന് കൂട്ടായി. പിന്നെ വേറൊരു പിഞ്ഞാണം വേണ്ട. അയ്യോ, കഥ പറഞ്ഞു കൊടുക്കണം അവന്. ചോറുണ്ടായി ഞാൻ കഥ പറഞ്ഞു കൊടുത്താ, ഒരു കഥ പറഞ്ഞു കൊടുത്താ 10 കഥ പറഞ്ഞു കൊടുത്താലും അവന് മതിയാവത്തില്ല. എൻ്റെ കുഞ്ഞ് ഈ നെഞ്ചത്ത് വളർത്തിയാ ഞാൻ അവനെ വളർത്തിയത്. 7ാം ക്ലാസ്സിലായപ്പോ ഒരു ബന്ധു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഇവനെ അവിടെ പഠിപ്പിക്കാനേ. അവിടെ അതിനുശേഷം ഞങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയത്. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലോട്ടായപ്പോഴത്തേന് അവ ഈ പെങ്കൊച്ചോട്ടങ്ങ് സ്നേഹമായി. അവളുടെ ഒരു ലെറ്റർ ഏതാണ്ട് കണ്ട അങ്ങ് പ്രേമത്തിലായി. പിന്നെ ഈ കഷ്ടപ്പെട്ട് വളർത്തി അപ്പച്ചനെ വേണ്ട, അമ്മച്ചനെ വേണ്ട, ആരും വേണ്ട. അവന് കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയത് മാത്രം മിസ്സമായി. അവ എന്നിട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവൻ കല്യാണം ഏതൊരു പെണ്ണിനെ വിളിച്ചോണ്ടൊക്കെ പോയി. സാറ് പറ സഹിക്കോ, ഒരു പറ്റത്തുള്ള സഹിക്കോ സാറേ? അത് പോയത് പോട്ട് അവൻ ഇന്ന് വരെ എനിക്കൊരു 5 രൂപ കാശ് എനിക്ക് തന്നിട്ടില്ല. എന്നാ പോട്ട് കൊണ്ടുപോയ പെങ്കൊച്ചിനെ നല്ല രീതിയിൽ നോക്കുവോ, അതുമില്ല. ഇവ എവിടെല്ലാം ഉണ്ടാക്കിയാലും ഏത് റോഡ് നന്നാക്കിയാലും ഒരു സ്വന്തം പറ്റതുള്ള കണ്ണീരൊപ്പത്ത് അവൻ മുടിഞ്ഞു കൊടുത്തു. ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൂടെ നമുക്ക് കേൾക്കാം. ജനിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു അമ്മയുടെ മകനായിട്ട് തന്നെ ജനിക്കണം. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല.